സിമ്പിൾ പൂക്കളം. ഇന്നത്തെ സിമ്പിൾ പൂക്കളം. ഇന്നത്തെ പൂക്കളം എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വിളക്കൊക്കെ വെച്ച് ഇന്ന് വിളക്ക് വെച്ച് മഴ പെയ്യും ഇപ്പോൾ കേടും കേട്ടോ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് പോരാടോ അല്ലേ? ഇനി വെറും 2 ദിവസം മാത്രം. നല്ല മഴയാണ്. രാവിലത്തെ നേരെ വിളക്കുന്നവരെ മഴ പെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്. സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ പല വിധത്തിൽ വെക്കും. ഇതൊരു വിധമാണ്. സദ്യക്കൊക്കെ ഇതാണ് കേട്ടോ നമ്മൾ വെക്കുക. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾ ഇഷ്ടപ്പെടാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഓണം സ്പെഷ്യൽ സാമ്പാർ എങ്ങനെ വെക്കുന്നത് കാണാം. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, എല്ലാ പച്ചക്കറിയും കഴുകിയതാണ് കേട്ടോ. നാളെയും കൂടി കഴിഞ്ഞാൽ ഓണമായി. തുടങ്ങി പാലക്കാട് പൂരാടം തൊട്ട് കുട്ടികളുടെ ഓണം എന്നൊക്കെ പറയണ്ടേ. അതെ, പൂരാടം ഓണം കാണണമെങ്കിൽ ടൗണിൽ വരണോ? എന്തോ തിരക്കും റീൽസും. നമുക്ക് ആദ്യം സാമ്പാറിന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചൂടാവട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായ കേട്ടോ. ഇത് എലജിൻ്റെ കായാണ്. എലജി നല്ല മണമാണ്. ഓടിക്കളിക്കും. ഇത് കുറച്ച് വയ്ക്കാം. കുഞ്ഞു പീസാക്കണമായിരുന്നു. അതറിയുന്ന കായ മൂത്ത് വന്നു കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിട്ടാ. മല്ലി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഇതിലേക്ക് എരിവിന് 5 വറ്റൽമുളക്, ഇതിലേക്ക് ഒരു 2 നുള്ളി ജീരകം കേട്ടോ. കുറച്ച് മതി ജീരകം. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പില. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ. എല്ലാം കൂടി ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം. തേങ്ങ നന്നായി മൂത്ത് വന്നു കേട്ടോ. ഇനി ഓഫാക്കുക. ഞാറിയിട്ട് നന്നായി അരച്ചിട്ട് വരണം കേട്ടോ. നമുക്ക് സാമ്പാറിന് പരിപ്പ് വേവിക്കുക. ഒരു 1/2 ഗ്ലാസ് തോരപ്പരിപ്പുണ്ട് കേട്ടോ. നന്നായി കഴുകിയതാണ്. പരിപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. നല്ല പരിപ്പാണ്, വേഗം വേഗം. ഒരു വിസിൽ മതി. നമ്മുടെ പരിപ്പ് വന്നു കേട്ടോ. ഇത് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് സാമ്പാർ വെക്കാം. അതിലേക്ക് 2 മുരിങ്ങക്കായ്, 1 ഉരുളക്കിഴങ്ങ്, 1 വഴുതനങ്ങ, 2 തക്കാളി, ഒരു ചെറിയ സവാള. വഴുതനങ്ങ നമ്മുടെ തോട്ടത്തെത്തിയാ ഇവിടെ കാഴ്ച വഴുതനങ്ങ കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഉണ്ടായി. അത് നമ്മളെടുത്തു ഓണമായിട്ട്. മഞ്ഞപ്പൊടി ഒന്നും കൊട്ടി വെച്ചിട്ടില്ല. സാധനങ്ങൾ പൊട്ടിയിടണം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതൊന്ന് വേകട്ടെ, തിളക്കട്ടെ നന്നായിട്ട്. എന്നിട്ട് വെണ്ടയ്ക്ക ഇടാട്ടോ. നന്നായി തിളക്കട്ടെ. നമുക്ക് കഷ്ണം ഒന്ന് വെന്താൻ നോക്കട്ടെ. കഷ്ണം പകുതി വേവായിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്തതാണ് കേട്ടോ.
ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളിയിട്ടാ നന്നായി പിഴിഞ്ഞെടുത്താണ്. ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ പുളി ഒഴിച്ചിട്ട് തിളച്ചു കൂട്ടാ. ഇനി വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കുക. വെള്ളമില്ലാണ്ട് അരച്ചെടുക്കുക. എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യുക. ചെറിയ കുഞ്ഞ് കഷ്ണം ശർക്കര കേട്ടോ. നന്നായി തിളക്കട്ടെ. തിളച്ച് വേവട്ടെ. സാമ്പാർ നന്നായി തിളച്ചു വിട്ടതാ. ഗുളുഗുളു സൂപ്പർ സാമ്പാർ. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. ഇനി താളിച്ചൊഴിക്കാട്ടോ. എന്താ തിളക്കണം അവിടെ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക കേട്ടോ. 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. ഓഫാക്കുക. ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം നിങ്ങളെങ്ങനെയാണ് സദ്യ സാമ്പാർ വയ്ക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെ വയ്ക്കുക. എന്താ സൂപ്പറല്ലേ? ഒരു പപ്പടം ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. രണ്ടാം കൂടി ചോറിന് കേട്ടാ. വേഗം വേഗം ഉണ്ണാണ്. ചൂട് ചോറിൻ്റെ കൂടെ ആവി പോണ ചോറ്. എങ്ങനെ കേട്ടോ കൂട്ടാൻ? എങ്ങനെ ഉണ്ട്? കഴിക്കഴിഞ്ഞാൽ കൈത്ത മണം പോവില്ല. നല്ല സാമ്പാർ മണം. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പോകത്തല്ല. ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയതാണ് കേട്ടോ. ഉണ്ണിക്ക് മാലയും വളയൊക്കെ വാങ്ങണം പറഞ്ഞിട്ട്. അപ്പോൾ വടക്കുന്നതിൻ്റെ ചട്ടി നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ചട്ടി ഉണ്ട് ഉണ്ടോ, ഇഷ്ടം പോലെ. പക്ഷെ ഞങ്ങളൊന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. പിന്നെ മാവേലി ചട്ടിയാണ് കൂടുതലും. മാവേലി നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അവിടെ. അവിടെ പോയി നിന്നാൽ നേരം പോകണമെന്നറിയില്ല. നേരം പോയി എന്നല്ല അങ്ങനെ. 6 മണിക്ക് പോയിട്ട് 7:30 വരുമ്പോൾ. അതെ, നിന്നിട്ട് സമയം പോകണ്ട ജനങ്ങൾ. പിന്നെ ഞങ്ങൾ ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാണ്ട് ഒരു ലോട്ടറി എടുത്താണ് കേട്ടെ. ഓണമായിട്ട് വല്ലതും കിട്ടുമോ നോക്കട്ടെ പറഞ്ഞിട്ട്. എവിടെ അത്രയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കണമല്ലേ. ഒരു പാവ അമ്മമ്മനെ കണ്ടപ്പോൾ ഒരു ലോട്ടറി എടുത്തു. ഉണ്ടോ ജനങ്ങൾ എത്രയാണ്? നിറയെ നിറയെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെറ്റുമുണ്ട്. ചെരുപ്പ് കട അടക്കം അതിൻ്റെ ഉള്ളിലുണ്ട്. പൂ വേണ്ട. ഇതൊരു സ്റ്റാൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബൾബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പോയി നഴ്സറി ആയി അതിൻ്റെ ഉള്ളിൽ. വേണ്ട പൂ കൊണ്ട് കൂട്ടിയിരിക്കുകയാണ്. ചെണ്ടുമല്ലി ഇഷ്ടം പോലെ പൂവ്. റോസാപ്പൂ വേണ്ട. നാടൻ റോസാപ്പൂക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ നിറയെ റീൽസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ആൾക്കാർ വന്ന് റീൽസ് ചെയ്യുന്നുണ്ട് പൂക്കൾ പിടിച്ചിട്ട്. അപ്പം ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നു. അതെ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇരുട്ടായിട്ട് അപ്പോഴേക്ക് നേരെ 7:30 8 മണിയാകാനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. സീ യു.